അപ്പോൾ എല്ലാവരും നമ്മുടെ LBS MCയുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 2025 റാങ്ക് ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും 2025 റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ എടുത്തിട്ടതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ്, എക്സാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് 2-3 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിരുന്ന് കാണാം. നിങ്ങൾക്കുള്ളൊരു ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഇതിലെന്തുള്ളൂ പറയുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളെ കൊണ്ടുവന്ന് ഒരു 5 മിനിറ്റ് വീഡിയോ കണ്ട് പോവുക, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇനി അടുത്ത ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എക്സാം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ഒരാഴ്ച കഴിഞ്ഞു, ഉടൻ തന്നെ നമ്മളെ റിസൾട്ട് വരും. അപ്പോൾ ബാക്കി ഞാൻ വീഡിയോയിൽ കറക്റ്റ് വരണം. ഈ വോയിസ് ഞാൻ ഇതിൻ്റെ മുന്നേ റെക്കോർഡ് ചെയ്തതാണ്. വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ശേഷം നിങ്ങൾ അത് കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, റെഡി? അപ്പോൾ ഇതാ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ 2026 LBS MC എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് 2025 നമ്മുടെ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് 2025 റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ റെഡി. അപ്പോൾ റിസൾട്ടിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അതായത് തുടർന്നുള്ള ദിവസങ്ങളിൽ മേ ബി നാളെയോ മറ്റന്നാളോ ആയിട്ട് തന്നെ നമ്മുടെ റിസൾട്ട് വരും. അപ്പോൾ ഡയറക്റ്റ് ഞാൻ കാര്യത്തിലേക്ക് വരാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം നടന്നത് ജൂൺ 28, 2026 ജൂൺ 28-നായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ എക്സാം നടന്നത് 2026 ജൂൺ 29-ന്. അതിനുശേഷം റിസൾട്ട് വന്നത് ജൂലൈ 7-നായിരുന്നു. വിച്ച് മീൻസ് ഒരു 7 ദിവസം, ഒരു 1 വീക്കിന് ശേഷമാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു പാറ്റേൺ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തുടർന്നും അങ്ങനെ തന്നെയായിരുന്നു. LBSൻ്റെ എക്സാമുകളുടെ റിസൾട്ട് 1 വീക്കിനുള്ളിലാണ് വരല്. 1 വീക്ക് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ വരും. വിച്ച് മീൻസ് 28-ന് നടന്ന നമ്മുടെ എക്സാം ഇന്ന് 5-ാം തീയതി, ഏകദേശം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന തൊട്ടടുത്ത ദിവസങ്ങൾ, അതായത് ചിലപ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ ഇനി എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റിസൾട്ട് വഴുകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, എക്സ്ട്രാ കാര്യങ്ങൾ, നിങ്ങളെ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. റിസൾട്ട് വരുമ്പോൾ എന്തായാലും അറിയാം, നമ്മുടെ പേര് റാങ്ക് ലിസ്റ്റിൽ എത്ര റാങ്ക് എന്നാണ് നോക്കും. അപ്പോൾ അതിന് മുന്നേയൊക്കെ നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് വരുന്നത്, നോർമലി എങ്ങനെയായിരുന്നു ആ റാങ്ക് ലിസ്റ്റ് ഉള്ളത് എന്നുള്ളൊരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാണിച്ചിരുന്നത്. അപ്പോൾ 120-ലാണ് നമ്മുടെ എക്സാം നമുക്കറിയാം. 120-ൽ അതിൽ റാങ്ക് 1-ന് വന്നത് 100 മാർക്കാണ്. എത്രയാണ്? 100 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. 120-ൽ 100. സബ്ജക്റ്റ് വൈസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 46 മാർക്കാണ് CS കിട്ടിയിട്ടുള്ളത്. മാത്സിന് വന്നിട്ട് എത്രയാണ്? 10 മാർക്കാണ്. ക്വാണ്ടിറ്റേറ്റീവിന് 21. അപ്പോൾ നിങ്ങളിത് കൂട്ടുന്ന സമയത്ത് 46 + 10 + 21 കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 77 സംതിങ് മാർക്കേ കിട്ടുള്ളൂ. അതായത് 77. അപ്പോൾ ബാക്കി മാർക്ക് എവിടെ പോയതാ? ബാക്കി GKയും ഉണ്ടല്ലോ, GKയും അതുപോലെ തന്നെ എന്തുണ്ട്, ഇംഗ്ലീഷും ഉണ്ടല്ലോ എന്നുള്ള മനസ്സിലും. പക്ഷെ അതിനാകെ 20 ഉള്ളൂ. അപ്പോൾ 77 കൂടി 20 കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും എത്ര വരുള്ളൂ? 90. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളൂ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ ഇതിൻ്റെ അടുത്ത സ്ലൈഡിലേക്ക് കാണിച്ചു തരാം. അതായത് ക്വസ്റ്റ്യനിൽ എന്ത് വന്നിട്ടുണ്ട് അറിയോ? അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ്റെ അവിടെ, പ്രൊഫഷണൽ ആൻസർ കീൻ്റെ ഓപ്ഷൻ്റെ അവിടെ ഇൻറ്റു ആയിരിക്കും കാണാൻ പറ്റും. അതായത് ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ട് പിന്നെ ചില ഫാക്ടേഴ്സ് കൂടി നോക്കിയിട്ടാണ് അവർ ഈ ഒരു മാർക്ക് ഇട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട. വിച്ച് മീൻസ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഫർദർ അതിലേക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഞാൻ അടുത്തൊരു പാർട്ടിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 100 നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ മാർക്ക് 120-ൽ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കട്ട് ഓഫ് എത്രയാണ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്സ് ടഫായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാത്സ് ടഫായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് CS-ൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ 50-ൽ ഈ പറഞ്ഞ 46 നല്ലൊരു സ്കോറാണ്. അത്രയും സ്കോറിലേക്ക് എത്താൻ പറ്റും. വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 90+ ഒക്കെ നമ്മുടെ ഫസ്റ്റ് റാങ്ക്, 90+ എന്തായാലും നമുക്ക് കാണാം എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. മേ ബി ഈ എന്തായാലും തെറ്റാവാനും സാധ്യതയുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യം തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നല്ല പഠിച്ചൊരാൾക്ക് മേ ബി 100-ൻ്റെ മുകളിൽ 120-ൻ്റെ അടുത്തൊക്കെ സ്കോർ ചെയ്ത ആളുണ്ടാവും. ഒരു 90+ എന്തായാലും പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു എക്സാമിന് ഏകദേശം 6000-7000 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ അപ്പിയർ ചെയ്ത ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു 4000, 5000, 6000 ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വന്നത് ടോട്ടൽ കാണിച്ചു തരാം. ഈ റാങ്ക് ലിസ്റ്റിൽ ടോട്ടൽ വന്ന ആളുകളുടെ, അതായത് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് എത്ര റാങ്ക് വരെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അറിയാം? ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. വെയിറ്റ്,
ഓക്കെ, 3450 മുകളിൽ 3450, സോറി 3500 അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് 3543 അടുത്ത് ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പം അത്രയും ആളുകൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതായത് 3400 അല്ലല്ലോ, ഇവിടെ 3500 കൂടുതൽ ആളുകൾ, എത്രയും 3500 കൂടുതൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇത്രയും പേർക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പലരും പല സ്ഥലത്ത് ചേർന്നവരുണ്ടാവും, പല മറ്റുള്ള എൻട്രൻസ് എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവും, പിന്നെ പല ഫാക്ടറും ഉണ്ട്, മേ ബി കിട്ടാതിരിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്ത് എക്സാം എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൽ ഇത്രയും ആളുകൾ എഴുതിയിട്ടുണ്ട്, ഒരു 6K to 8K ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലൊരു 4 to 5 ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ കൊല്ലത്തെ ഒരു ട്രെൻഡായിരുന്നു 3.5K ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അത്രയും റാങ്കുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ലാസ്റ്റ് കിട്ടിയ ആളുടെ മാർക്ക് എത്രയാണ്, 9 അതിലെ മാർക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ. ഈ സൈഡത്തെ റാങ്കുകളാണ് കേട്ടോ. ഇനി ഞാൻ അടുത്തൊരു കാര്യം കാണിച്ചു തരാം. ഇത് 2025 എന്താണ്, നമ്മുടെ എൻട്രൻസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻ്റെയും നേരെ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റു കാണാൻ പറ്റും. അതായത് എന്താണ്, എക്സ് ഡിനോട്ട്സ് ഇവിടെ എന്താണ്, ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, റിവേഴ്സ്ഡ് റാങ്ക് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇവിടെ എവിടെയും, അതായത് ഇതിലെവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഒരു ക്വസ്റ്റ്യനും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഡിലീറ്റ് ചെയ്ത് പോയിട്ടില്ല. ഇപ്രാവശ്യത്തെ കേസിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നത്. അതായത് അതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. എന്തൊക്കെ ഡീറ്റെയിൽസാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതായത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ, അതായത് നമുക്ക് ലിസ്റ്റ് ചെയ്ത കുറേ കോളേജുകളുണ്ട്. ഗവൺമെൻറ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ്, അതുപോലെ തന്നെ കോസ്റ്റ് ഷെയറിംഗ് ആയിട്ടുള്ള പല കോളേജുകളുണ്ട് നമുക്ക് MCAയുടെ അഡ്മിഷൻ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോയും നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് തീർക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമാണ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്. നമുക്ക് കോളേജ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അതിനുശേഷം കോളേജ് സെലക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നു, നിങ്ങൾ സെലക്ട് ചെയ്ത പ്രിഫറൻസ് കൊടുക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രിഫറൻസ്, അങ്ങനെ പ്രിഫറൻസ് എത്ര വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, എത്ര എണ്ണം കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ. പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കത് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഈ രീതിയിലായിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു സർട്ടൻ എമൗണ്ട് നമുക്കവിടെ പേയ്മെൻറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായി, ആ സാധനം ലോക്കായി. സപ്പോസ് നമുക്ക് ആ പേയ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എൻ്റെ റാങ്ക് ലിസ്റ്റ് തന്നെ പുറത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ടാകും. അതായത് പ്രിഫറൻസ് നമുക്ക് മാറ്റാം. അതായത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ +2 ചെയ്തതുപോലെ തന്നെ, അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത പോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ട്, ഡിഗ്രിക്ക് എനിക്ക് തോന്നുന്നു അതെല്ലായിടത്തും ഉണ്ടോ അറിയില്ല, +2 നമുക്കുണ്ടായിരുന്നു. പ്രിഫറൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഹയർ പ്രിഫറൻസിലേക്ക് കൊടുക്കാം. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. മേ ബി അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ അലോട്ട്മെൻറ്റിനെ കൃത്യമായി മനസ്സിലാക്കി, ആ കോളേജ് നമുക്ക് കിട്ടിയിട്ടുള്ള കോളേജ് ഓക്കെ ആണോ, അവിടെയുള്ള ആളുകളെ വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ടോപ്പിൽ വരുന്നൊരു 4-5 കോളേജുകളെ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും അവിടെ തന്നെ കിട്ടണമെന്നില്ല. ബാക്കിയുള്ളതിൻ്റെയൊക്കെ അവസ്ഥ എന്താ നോക്കാം. അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, റെഡി. അടുത്തത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ MCAയുടെ സിലബസുകൾ അനാലിസിസ് ചെയ്യുക. അതായത് സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള, എന്തൊക്കെ കാര്യങ്ങളാണ്, മറ്റു കാര്യങ്ങളാണ് വരുന്നത്, നമ്മുടെ അക്കാദമിക്കിൻ്റെ ഒരു ഇയറിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. മോർ MCAയുടെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള വീഡിയോകൾ, നമ്മുടെ റാങ്ക് ലിസ്റ്റൊക്കെ വന്ന അഡ്മിഷൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ്, ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ എല്ലാതും കഴിഞ്ഞ് ക്ലാസ്സുകൾ തുടങ്ങുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേയായിട്ട് നമുക്ക് സിലബസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, കോളേജിനെ പറ്റിയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൊരു വീഡിയോ ഇടാം. അപ്പോൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. നമ്മൾ റിസൾട്ട് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് വരട്ടെ. എല്ലാവരും എന്താ പറയുക, നല്ലൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അപ്പോൾ എന്താണ്, അത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. നിങ്ങൾ നോക്കുക, തുടർന്ന് തൊട്ടടുത്ത ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഫഷണൽ റാങ്ക് പ്രതീക്ഷിക്കുക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, ഡൗട്ടൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ബാക്കി എന്താ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അത്രയധികം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഓക്കെ, ഞാൻ നിങ്ങളെ എന്തില്ല അതിന് നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.